ആൽഗോ എന്ന് പറയുന്നത് ഒരു മാജിക് ഒന്നുമല്ല. ഇതൊരു ഹ്യൂമൻ എന്താണോ ചെയ്യുന്നത് അത് ഒരു റൂൾ ബേസ്ഡ് ആക്കി കോഡ് ചെയ്ത് ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ ഒരു ഹ്യൂമൻ ഇന്റർഫേസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡിസിഷനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ആൽഗോ ട്രേഡിംഗ്. പ്ലസ് ഒരു മൈനസ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കാണ്, നമുക്കൊരു ഇമോഷണൽ ഇന്റർഫിയറൻസ് ഡിസിഷൻ, അതായത് ഒരു എൻട്രി എടുക്കാനോ SL ഹിറ്റ് ചെയ്യുമ്പം എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ഇന്റർഫിയർ നടക്കത്തില്ല ആൽഗോയിൽ. ഇന്നത്തെ ഒരു കാലത്ത് ഇന്ന് ചോദിക്കുമ്പം ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് വിന്നിങ് സ്ട്രീക്കിൽ നമ്മൾ ലോട്ട് സൈസ് പൊസിഷൻ സൈസിങ് കുറയ്ക്കാനുള്ള പോയിന്റ് എടുക്കും. കാരണം ചില ബിഗിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ചെയ്യുന്ന തിരിച്ചാണ്. വിന്നിങ് സ്ട്രീക്ക് വരുമ്പോൾ നമ്മൾ ഹൈ പൊസിഷൻ സൈസിങ്. അത് രണ്ട് രീതിയിലാണ്. നമുക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് 10,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മറ്റൊരു പ്രൊഫഷൻ ആക്കണമെങ്കിൽ, ഒരു ബിസിനസ് പോലെ ഇത് റൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ക്യാപിറ്റൽ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. നമസ്കാരം, ആലീസ് ബ്ലൂ ട്രേഡ്സ്മേറ്റ്സ് എന്നുള്ള പോഡ്കാസ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് മിസ്റ്റർ അബിനാസ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ അബിനാസ്. സോ ഇന്ന് ഞങ്ങളൊപ്പം ജോയിൻ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറിയാലോ അബിനാസ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് അബിനാസ് ഈ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത് ഈ ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്ക് ആൽഗോ ട്രേഡിംഗിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വൺസ് അഗൈൻ വെൽക്കം ടു യു. യെസ് അബിനാസ്, ഒന്ന് ജേണി ഒന്ന് പറയാമോ ജസ്റ്റ്? ഓക്കെ, ഇപ്പം എൻ്റെ പേഴ്സണൽ ജേണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് 2016-ലാണ്. 2015 ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്ന ഒരാളാണ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 2016 സ്റ്റാർട്ട് ചെയ്തു. സ്ലോലി ഒരു മനുഷ്യൻ ഇവോൾവ് ആയി വന്നതുപോലെ സ്ലോലി ഇവോൾവ് ആയി ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിൽ നിന്ന് പിന്നെ നമ്മളൊരു സ്വന്തമായിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു. അപ്പോൾ നമ്മുടെ അക്കാഡമിക്കലി പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ അത് ട്രേഡിങ്ങിലോട്ട് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെയാണ് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പവർ, കോമ്പൗണ്ടിങ്ങിന്റെ പവർ മനസ്സിലായത് ആ ഒരു പോയിന്റിലാണ്. അതിനുശേഷമാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലോട്ട് ഉള്ളൊരു ട്രാൻസിഷൻ, ഒരു ടാക്സ് കൺസൾട്ടൻസിയിൽ നിന്ന് വെൽത്ത് മാനേജ്മെന്റിലുള്ള ട്രാൻസിഷൻ ആ ഒരു പോയിന്റിലാണ്. അതിനുശേഷമാണ് അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വളർത്താനും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള രീതിയിലായാലും, പിന്നെ അത് ട്രേഡിങ്ങിൽ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് പബ്ലിക്കിനോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയതും പിന്നെ ആ ഒരു സൈഡിൽ നിന്നാണ് ഇപ്പം നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു സ്ലോ ട്രാൻസിഷനാണ്, ഒരു എവല്യൂഷൻ പോലെ പയ്യെ ജേണിയായിട്ട് വന്ന് ചേർന്ന ഒരു ഇടമാണ്. മനസ്സിലായി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ക്യാപിറ്റൽ മാർക്കറ്റിനും ഫിനാൻസിനും പഠിക്കുന്നു. പക്ഷേ പല ആൾക്കാരും ഈ ഒരു ഫീൽഡിലേക്ക് അവർ പ്രൊഫഷണലി വരുന്നില്ല. ഇപ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കാണുന്ന പല ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവരെല്ലാം ഇത് പഠിക്കുന്നില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അബിനാസ് പറഞ്ഞ മാതിരി തന്നെ ആ ഒരു അക്കാഡമിക്കലി നമ്മൾ പഠിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ടും നല്ലൊരു പോയിന്റ് ആയിരുന്നു. അതെ, യെസ്. സോ എവിടെയായിരുന്നു സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേഴ്സണൽ ഒന്നുകൂടി പറയാം. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ഇപ്പം നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി നമ്മൾ ഒരു ആർട്ടിക്കിൾഷിപ്പ്, അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാം ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ പ്രായത്തിൽ 19 വയസ്സിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ 3 വർഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ടോപ്പ് വർമ്മ എന്ന് പറയുന്ന കമ്പനി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മളവിടുത്തെ ഒരു കൂട്ടായ്മയുടെ പുറത്താണ് ടാക്സ് കൺസൾട്ടൻസിയിൽ നിന്ന് വന്നതും. എല്ലാം ട്രിവാൻഡ്രം ബേസ്ഡ്. അവിടെ തന്നെ വീട്ടിനടുത്ത് തന്നെ നമുക്കൊരു കമ്പനി തുടങ്ങണം, ട്രിവാൻഡ്രം സ്വദേശമായിട്ട് തന്നെ. അന്നത്തെ ഒരു ചിന്തയിൽ നമുക്കൊരു വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നതാണ് 2016 തൊട്ട് ഉള്ള ഒരു ഇതാണ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേരളത്തിലെ ട്രിവാൻഡ്രം തന്നെയായിരിക്കും എന്നുള്ളൊരു ജേണിയിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉള്ള ഒരു തീരുമാനം വന്നത്. അപ്പോൾ അവിടെയാണ് അങ്ങനെ ഒരു ജേണിയിൽ നിന്നാണ് ഈ പറഞ്ഞ കണക്ക് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു കമ്പനി ഫോം ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള രീതിയിലോട്ട് ചിന്തിച്ചത്. തീർച്ചയായിട്ടും വളരെ നല്ല മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അബിനാസ് സ്റ്റാർട്ടിങ്ങിലും ഇപ്പോഴും എങ്ങനെ ഒന്ന് കാണുന്നു? എങ്ങനെ ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ടെക്നോളജിയുടെ അഡ്വാൻസ്ഡ് ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട്, അതും വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പം 2018-19 ടൈമിലാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് സ്റ്റാർട്ട് ചെയ്തതും ട്രേഡിങ് എന്താണെന്ന് അന്ന് നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോഴും അന്ന് നമുക്കൊരു കാര്യം ഒരു പോയിന്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു റോള് ട്രേഡിംഗ് എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ഉള്ളൊരു ഫീല് നമുക്ക് കിട്ടി തുടങ്ങിയായിരുന്നു 2019 ആയപ്പോൾ. കാരണം ചെയ്ത് തുടങ്ങിയിട്ട് റീസൺ കാര്യമില്ല, അത് ലോസിലാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, ദർ ഇസ് സംതിങ് സിസ്റ്റം ഇഷ്യൂ എന്നുള്ളത് മനസ്സിലായി നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ ട്രേഡിങ്ങിൽ. ആ പോയിന്റിൽ നിന്നാണ് ഇനിയൊരു സാധനം ചെയ്യണമെങ്കിൽ നമുക്കതൊരു ബാക്ക് ടെസ്റ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയാലേ ട്രേഡ് ചെയ്യാവൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കോഡിങ്. അന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കോഡിങ്ങിൽ അധികം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് ഫേസ് ചെയ്ത ഇഷ്യൂ, അന്ന് പിന്നെ എൻ്റെ ബ്രദറും പാർട്ണറും ആയിട്ടുള്ള അജാസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പുള്ളിയുടെ സഹായത്തോടെയും കാര്യങ്ങളൊക്കെ
നമ്മളത് പയ്യെ ഇവോൾവ് ചെയ്ത് തുടങ്ങിയായിരുന്നു. മനസ്സിലായി. പക്ഷെ അന്ന് തുടങ്ങിയ ആ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പം അന്ന് മാസങ്ങളോളം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് മിനിറ്റുകൾക്കകം ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഹ്യൂജ് ആണ്. ഈവൻ നമ്മളൊരു കോണ്ട് ട്രേഡിംഗ് ഫേം എന്നുള്ള ഒരു സ്വപ്നം ആണ് 2018-19 തുടങ്ങി അത് പയ്യെ കോൺ ട്രേഡിംഗ് ഫേമിലോട്ട് കൺവേർട്ട് ആവണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്നുണ്ട് ഇന്നത്തെ ടെക്നോളജി. അപ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ ഒരു ആദ്യത്തെ കോൺ ട്രേഡിംഗ് ഫേം എന്നുള്ള ഒരു അച്ചീവ്മെൻറ്റും നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടുമുണ്ട്. മനസ്സിലായി. ഈ ഒരു ടെക്നോളജി ചേഞ്ച് ആണ് എനിക്ക് തോന്നുന്നു ആ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ ഒരു ജേർണിയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ചേഞ്ച്. തീർച്ചയായിട്ടും. കാരണം ടെക്നോളജി ഇപ്പോൾ നമുക്ക് വളരെ അനന്തമായ സാധ്യത ഇനിയും കൂടുതൽ ഈ പറഞ്ഞ ആൽഗോ ട്രേഡിംഗ് ഇപ്പോൾ AI എന്നുള്ള കുറേ ഈ ആൾക്കാർ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് വന്നു തുടങ്ങിയിട്ടായിരുന്നു. യെസ്, തീർച്ചയായിട്ടും. സോ നല്ല തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആൽഗോ ട്രേഡിംഗിലേക്ക് വരുന്നുണ്ട്. സോ അതിനോട് ബ്രീഫായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ലൈക്ക് അഭിനാസ് ആലിസ്പ്ലോട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ആലിസ്പ്ലോ ജേണി എനിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നമ്മൾ തുടങ്ങിയത് പല ബ്രോക്കേഴ്സുമായിട്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓട്ടോമേറ്റ് ചെയ്താലേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല കാരണം കൊണ്ട് പല ടെക്നോളജിയും നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ഡിമാറ്റിൽ നിന്ന് അടുത്ത ഡിമാറ്റിലോട്ട് പോയിട്ടുണ്ട്. കാരണം ടെക്നോളജിയാണ് നമുക്ക് വേണ്ടത്. ബാക്ക് എൻഡിൽ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ API സ്പീഡ്, ഒരു എന്താ പറയുക ലേറ്റൻസിയുടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഓഫ് കോഴ്സ് സർവീസും കാര്യങ്ങളും നോക്കി വന്നതാണ്. ഇപ്പം എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടു ബി ഫ്രാങ്ക് വേറെ പല ഡിമാറ്റ് അക്കൗണ്ട്സും ഉണ്ട്. പിന്നെയാണ് ആലിസ് ബ്ലൂവിലോട്ട് നമ്മൾ സബ് ബ്രോക്കർഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ വന്നത്. അതിനുള്ള മേജർ 2 കാര്യമാണ് നോക്കിയത്. ഒന്ന്, എനിക്ക് API സ്പീഡ് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടായിരുന്നു. ആ ഒരു ഫിൽട്രേഷനിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ 2, സർവീസ്. അപ്പോൾ നമുക്ക് ക്ലയൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട്, ഫണ്ട് ക്രോസ് ഓഫ് റുപ്പീസാണ് നമുക്ക് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടണം. പേഴ്സണലി ഒരു വിളിച്ചാൽ കിട്ടുന്ന ഒരാളായിരിക്കണം എന്നുള്ള നിർബന്ധം. ഈ 2 നിർബന്ധമാണ് നമുക്കുണ്ടായിരുന്നത്. ആ 2 കണ്ടീഷനും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നത് ആലിസ് ബ്ലൂ ആയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ആലിസ് ബ്ലൂവിലോട്ട് ഒരു ഡിസിഷൻ വന്നത്. താങ്ക് യു. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ ഇനിയും സർവീസ് ചെയ്യാൻ പോകുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ കറണ്ട് ടോപ്പിലേക്ക് വരാം. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആൽഗോ ട്രേഡിംഗ് എന്നാണ്. സോ എന്താണ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്ന് തരാമോ പ്ലീസ്? ആൽഗോ എന്ന് പറയുന്നത് ഒരു മാജിക് ഒന്നുമല്ല. ഇതൊരു ഹ്യൂമൻ എന്താണോ ചെയ്യുന്നത് അത് ഒരു റൂൾ ബേസ്ഡ് ആക്കി കോഡ് ചെയ്ത് ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ ഒരു ഹ്യൂമൻ ഇന്റർഫേസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡിസിഷനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ആൽഗോ ട്രേഡിംഗ്. എനിക്കൊന്ന് ആൽഗോയും എയും തമ്മിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ടാണ്. ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ഒരു മേ ബി നമ്മൾ 1990s തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി ആക്സസ് ഉള്ള ആൾക്കാർ അന്നും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോൾ ഈ ഓട്ടോമേഷൻ എളുപ്പമാക്കി എന്നുള്ളതാണ്. ആ ഒരു ചേഞ്ചാണ് എയുടെ ഒരു കാലം കൊണ്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് ഇനിയുള്ള കാലം അത് ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിന്റെ ഫ്യൂച്ചർ ആയിരിക്കും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയുള്ള കാലത്ത്. തീർച്ചയായും. ബിക്കോസ് നമുക്കറിയാലോ ഇമോഷൻസ് ഇത് വളരെ നമുക്കൊരു പ്രത്യേകം. ബിക്കോസ് ഈ പറഞ്ഞ നമ്മളൊരു ഫിസിക്കലായിട്ട് നമ്മളിരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ അതിനെയും ഈ പറഞ്ഞ ആൽഗോവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അഭിനാസ് അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന്? ഇപ്പം മാനുവലി ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ കണക്ക് ഏത് പോയിന്റിലാണ് ഞാൻ ആൽഗോ ട്രേഡിംഗ് വേണം അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്ക്രിപ്ഷണറി ട്രേഡറിൽ നിന്ന് ഒരു റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലോട്ട് വന്നു. ആ റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലുള്ള ഇതെന്ന് പറയുന്നത് ഇപ്പം ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ ആ എൻട്രി ട്രിഗറായി അത് എൻട്രി പോകണം. ആ പോയിന്റിൽ പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് വയ്യാണ്ടാവാം, നമുക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഒരു കോൾ വരാം, സംതിങ് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം ആ റൂൾ ആ ഒരു പോയിന്റിലായിരിക്കും, നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ ഇല്ലാത്ത സമയത്തായിരിക്കും ആ റൂൾ ട്രിഗർ ആവുന്നത്. ആ ഒരു ദിവസമായിരിക്കാം ചിലപ്പം ആ ഒരു മാസത്തെ പ്രോഫിറ്റബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിൻ്റെ വേറൊരു നെഗറ്റീവ് വശമാണ്, ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ആ ഡിസഡ്വാൻറ്റേജ് നമുക്കത് അഡ്വാൻറ്റേജ് ആവണമെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്താലേ അത് നടക്കത്തുള്ളൂ എന്നുള്ളൊരു മനസ്സിലാക്കി നമ്മൾ. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു ഇമോഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരാൻ പാടില്ല. അതുപോലെ നമുക്ക് ഒരു തോന്നൽ കാരണം വരാൻ പാടില്ല. വാട്ട് എവർ ദ സിറ്റുവേഷൻ അത് നടക്കണം എന്നുള്ളൊരു പോയിന്റിലാണ് ഈ ഓട്ടോമേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ഒരു 100% ഓട്ടോമേറ്റ് ചെയ്ത് പോകണം, അത് പോവുകയും ചെയ്യും. അതാണ് ഈ ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഒരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, ഇമോഷൻസിൻ്റെ അഫെക്ഷൻ. പക്ഷേ 100% ഇമോഷൻസ് ഡിപ്പെൻഡൻസി ഇല്ല എന്നല്ല, കാരണം ഓട്ടോമേഷനിലായാലും ഡ്രോ ഡൗൺസ് വരാം. ഡ്രോ ഡൗൺസ് വരുമ്പോൾ ഹ്യൂമൻ സൈക്കോളജി അവിടെ വർക്കൗട്ടാകും.
പക്ഷെ അവിടെ ഒരു 80-90% എലിമിനേറ്റ് ആവും. മനസ്സിലായി. കാരണം പലർക്കും ഒരു മിഥ്യാധാരണ വെച്ച് കഴിഞ്ഞാൽ ഇത് ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ പലർ ചിലപ്പോൾ കോപ്പി ട്രേഡിംഗ്, ചിലവർ റോബോട്ട് ട്രേഡിംഗ് എന്നൊക്കെ പല ഇതിൽ ആൾക്കാർ പറയാറുണ്ട്. കാരണം ഇതിൽ ഞാൻ ഇത് നോക്കിയാൽ മതി. കാരണം അതിനെക്കുറിച്ചൊരു പ്ലസും ഒരു മൈനസും ഒന്ന് പറയാം എന്താണെന്നുള്ളത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കാണ്, നമുക്കൊരു ഇമോഷണൽ ഇൻ്റർഫിയറൻസ് ഡിസിഷൻ, അതായത് ഒരു എൻട്രി എടുക്കാനോ SL ഹിറ്റ് ചെയ്യുമ്പം എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ഇൻ്റർഫിയർ നടക്കത്തില്ല ആൽഗോയിൽ. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് 100% നമ്മൾ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യാണ്. ടെക്നോളജി ഏത് സമയം വേണോ നെഗറ്റീവിലോട്ട് വരാം എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. പ്ലസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹ്യൂമൻ സൈക്കോളജി അവിടെ എലിമിനേറ്റഡ് ആവുന്നില്ല. കാരണം നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണത് ഒരു ഹ്യൂമനാണ്. അതുപോലെ തന്നെ ഒരു ഡ്രോ ഡൗണിൽ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ, ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ റോബോട്ട് വാട്ടവർ തന്നെയും അത് ഓൺ ആക്കണോ വേണ്ടേന്ന് തീരുമാനിക്കണം നമ്മളാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ സൈക്കോളജി ഇമോഷൻസ് ഇൻവോൾവ് ആണ്. അവിടെ ഒരു 80% എലിമിനേഷനേ വരുന്നുള്ളൂ, 90%. ആ ഒരു വ്യത്യാസമുണ്ട്. അതൊരു മിഥ്യാധാരണയാണ്, ഇമോഷൻസ് കംപ്ലീറ്റ്ലി മാറുന്നുള്ളതും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടെക്നോളജി തന്നെയാണ് അഡ്വാൻറ്റേജും, ഡിസഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെയിം ടെക്നോളജി തന്നെയാണ് ഡിസഡ്വാൻറ്റേജും. കാരണം അറിയായിരിക്കും ബ്രോക്കറിൻ്റെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് വരാം, സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് വരാം. പല ഡിപ്പെൻഡൻസി ഉള്ള സാധനങ്ങളാണ് കണക്ട് ചെയ്താണ് ഇതൊരു വർക്കാവുന്നത്. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സ്ട്രക്ക് ആവും. ഇപ്പോൾ എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ട് സെബിയുടെ റൂൾസ് ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ബാക്ക് എൻഡിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ മതി അവിടെ അത് സ്റ്റോപ്പ് ആവുകയും എറർ അടിക്കുകയും പല കാരണം കൊണ്ട് നിന്നു വന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. മനസ്സിലായി. നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കും തന്നെ ഇത് ഒരു സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു അഭിപ്രായം ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്? ആൽഗോ ട്രേഡിംഗ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പോലെയാണ്. ഇപ്പം പേഴ്സണലി നിങ്ങൾക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എക്സ്പെർട്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ പ്രോഡക്റ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ്. അതിനൊരു കാരണവും വേണ്ട. നമ്മൾ ഏതൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ PMS ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ മേടിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു കേസിലും വരുന്നത്. നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇന്ന് ഒരു 10 years ഒരു 7-8 years മുന്നേ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളത് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഒരു ചോദ്യമേ ഇല്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഇന്ന് ചോദിക്കുമ്പം ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നുവരെയുള്ള തലമുറ ജീവിച്ചിട്ടുള്ള തലമുറകളിൽ ഏറ്റവും ഉന്നത ലൈഫ് സ്റ്റൈൽ കിട്ടുന്ന ഒരു ടെക്നോളജി അഡ്വാൻസ് കിട്ടുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അതുകൊണ്ടും അതിൻ്റെ ടെക്നോളജിയുടെ ആ ഒരു ഉപയോഗിക്കാൻ കൊച്ചു കുട്ടികൾക്ക് പോലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള ബേസിസിൽ മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഓവർ ദ തിങ് ഇറ്റ് ഈസ് പോസിബിൾ, ഏറ്റവും എളുപ്പത്തിൽ പോസിബിൾ ആണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അതെ, പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ടെക്നോളജി നൗഡേയ്സ് വളരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പഴയ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കോഡിങ് പലരും പറയും എനിക്ക് പൈത്തോൺ പഠിക്കണം, എനിക്ക് ആ സംഭവം പഠിക്കണം, ഇത് പഠിക്കണം. പക്ഷേ ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് AI വെച്ചും ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ ഒരു റീസണബിൾ, കാരണം ഇപ്പോൾ ഒരു ടെക്നോളജി വെരി ബേസ് ലെവലിൽ ആൾക്കാർക്ക് ഇതൊന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് അവരെ തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിലൊരു ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിനെന്തെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമുണ്ടോ? ഇതിന് എക്സ്പേർട്ട് ഇൻ ദ സെൻസ് ഐഡിയ വേണം. നമുക്കൊരിക്കലും ഒരു AI സമയമാണെങ്കിൽ നമുക്കത് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നമ്മുടേതായിട്ടുള്ള എഫേർട്ടും നമ്മുടേതായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, ഐഡിയ ക്രിയേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ AI കൊടുക്കുന്ന ഡേറ്റ എന്താണ്, ആ ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോംപ്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, ഡേറ്റ. ഒരു എവിടുന്ന് ഡേറ്റ എടുക്കും, ക്വാളിറ്റി ഡേറ്റ എങ്ങനെ ക്ലീൻ ചെയ്യും, ആ ഡേറ്റ വെച്ചിട്ടുള്ള കോറിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഈ പറഞ്ഞ ഡേറ്റയ്ക്കകത്തുള്ള പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഡേറ്റ മൈൻ ചെയ്യണം. വർഷങ്ങളോളം ഉള്ള ഡേറ്റ നമുക്ക്, അത് കമ്മോഡിറ്റീസ് ആവട്ടെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, ഫോറക്സ് ആവട്ടെ, വാട്ടവർ, ആ ഡേറ്റ നമുക്ക് മൈൻ ചെയ്തെടുക്കണം. പ്ലസ് ആ ഡേറ്റയുടെ ഉള്ള കോറിലേഷൻ ഐഡിയാസ് ഫോമുലേറ്റ് ചെയ്യണം. ഈ ഫോമുലേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരണം. നമ്മളൊരു 0-ൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 5-നെ ഒരു ചിലപ്പോൾ 20 ആക്കാൻ AI കൊണ്ട് പറ്റും. ആ ഒരു എലമെന്റാണ് ഞാൻ പറയുന്നത്. 0 to 5 നമ്മൾ എഫേർട്ട് തന്നെ വേണം. ആ 5, 20, 25, 30, 50 ആക്കാൻ AI കൊണ്ട് പറ്റും. പക്ഷെ അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലമെന്റ് നമുക്ക് വേണം. ഈ ഒരു ക്വാളിറ്റി ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആണത്. തീർച്ചയായിട്ടും അതെ, പറയാം. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഇമോഷൻസ് ഇതിലൊരു ഘടകമാണ്. ഒരു പരിധി വരെ നമുക്ക് ആൽഗോ ട്രേഡിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ റൂൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് നല്ലൊരു ഏതെങ്കിലും ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ട്രാറ്റജി അങ്ങനെ വല്ല നമ്മൾ ഫോളോ ചെയ്യാണ്ടോ? എങ്ങനെയാണ് റൂൾ ബേസ്ഡ് ആകുമ്പം പക്ക ഒരു സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ബേസിസിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നലത്തെ ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കണം.
എൻട്രി അത് വാട്ട് എവർ ദ റീസൺ അത് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഇത് വൺസ് കോഡ് ചെയ്ത് അത് എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്? ചുമ്മാ ഒരു ഐഡിയ കിട്ടി ചെയ്യുന്നതല്ല. അത് നമ്മൾ ആ ഡേറ്റയിൽ പരിശോധിച്ചിട്ട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വർഷത്തിൽ പ്രോഫിറ്റബിൾ ആണ്, മാക്സിമം ലോസ് ഇത്രയാണ് അത് എന്നൊക്കെ ഉള്ളൊരു അനാലിസിസ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞൊരു കണക്ഷനിലോട്ട് വരുന്നത്, ഓട്ടോമേഷനിലോട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഡേറ്റയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. മനസ്സിലായി. അതെ. ഇതിൽ കസ്റ്റമേഴ്സ് എന്താണ് അവരുടെ അഭിപ്രായം? ഈ പറഞ്ഞ മരത്തിന് പലപ്പോഴും മൾട്ടിപ്പിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അവരൊരു സജഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും അഭിനാസ് അഡ്രസ് ചെയ്തിട്ടുണ്ടാവുക? മെയിൻലി ഡ്രോ ഡൗൺസ് ആണ് ഇതിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാജിക് ഒന്നും അല്ല. ഹ്യൂമൻ ഇമോഷൻസ് കംപ്ലീറ്റ്ലി മാറുന്നില്ല. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലായാലും നമ്മുടെ ക്ലയൻസിൻ്റെ ഇടയിലായാലും നമ്മൾ 100% ഓട്ടോമേഷൻ പഠിപ്പിച്ച് കൊടുത്ത് ഇന്നത്തെ ടെക്നോളജി വെച്ച് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളത് പഠിപ്പിച്ച് കൊടുത്തിട്ട് നല്ല സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്ത് അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്, പ്രോഫിറ്റബിൾ ആക്കുന്നുണ്ടാകും. പക്ഷേ ഒരു മേ ബി 6 months 1 year ഒക്കെ കഴിയുമ്പം ഇവർ തന്നെ മേ ബി ഡ്രോ ഡൗൺ ഫേസിലാകുമ്പം തിരിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കണക്ക് അവർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ആ ഡ്രോ ഡൗൺ സമയത്ത് അവർ സ്റ്റക്കായി പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഡ്രോ ഡൗൺ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായി. ഇതിൽ ഞാൻ ഒരു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഒരു ബേസിക്കലി ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം അതായത് വിന്നിങ് സ്ട്രീക്കിൽ നമ്മൾ ലോട്ട് സൈസ് പൊസിഷൻ സൈസിങ് കുറയ്ക്കാനുള്ള പോയിന്റ് എടുക്കും. കാരണം ചില ബിഗിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യുന്ന തിരിച്ചാണ്. വിന്നിങ് സ്ട്രീക്ക് വരുമ്പോൾ നമ്മൾ ഹൈ പൊസിഷൻ സൈസിങ് ആകും. പക്ഷേ നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറയുന്നത് അത് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നതാണ്. വിന്നിങ് സ്ട്രീക്ക് വരുമ്പോൾ അറിയാം ഇനി അടുത്ത ലൂസിങ് സ്ട്രീക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പൊസിഷൻ സൈസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ ഒരു ലൂസിങ് സ്ട്രീക്ക് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ദ ലിമിറ്റ് ആണെങ്കിൽ കാരണം നമ്മുടെ ഡേറ്റയിൽ ഉണ്ട് നമുക്ക് ഇത്ര ലൂസിങ് സ്ട്രീക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വിന്നിങ് സ്ട്രീക്ക് ലൂസിങ് സ്ട്രീക്കിൽ വരുമ്പോൾ ദാറ്റ് മീൻസ് വിന്നിങ് സ്ട്രീക്ക് ഈസ് അബൌട്ട് ടു കം എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ പല പൊസിഷൻ സൈസും ചില സമയത്ത് കൂട്ടിയിട്ടുള്ളത് ഈ ലൂസിങ് സ്ട്രീക്കിൻ്റെ ഇടയ്ക്കാണ്. ഇതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് വരുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഒരു ചേഞ്ചസ് വരുന്നത് ഇതിൽ. മനസ്സിലായി. ഇപ്പോൾ അഭിനാസിന് ഒരു പേഴ്സണലി പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 ഒരു സ്ട്രാറ്റജി ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് സീനിൽ ഏതായിരിക്കും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പോഴത്തെ ട്രംപിന്റെ മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയേണ്ടത് ടീത്ത് അനുസരിച്ചിട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ മാർക്കറ്റ് സെനറിയോയിൽ സ്ട്രഗ്ലിംഗ് ഒരു ട്രേഡേഴ്സിന് എനിക്ക് തോന്നുന്ന ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റിൽ നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നില്ല. ഒരു ലെവൽ ഓഫ് ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നോൺ ഡയറക്ഷണൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ. പക്ഷേ ഡയറക്ഷണൽ സ്ട്രാറ്റജീസ് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ. കാരണം ഒരു വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂവ്മെന്റ് തരുന്നുണ്ട്. ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റാണ് ഈ ഒരു മാർക്കറ്റ് സെനറി. കാരണം ഓഫ് കോഴ്സ് ട്രംപിന്റെ ഒരു കാരണം എന്തെങ്കിലും പറയുമ്പോഴേക്കും ഒരു വൺ സൈഡ് മൂവ്മെന്റ് അങ്ങ് കിട്ടും. അപ്പൊ നോൺ ഡയറക്ഷനിനെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം വയലന്റ് നേച്ചറാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഡയറക്ഷണൽ ട്രേഡിങ്ങിലൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ കറക്റ്റ് നിഫ്റ്റിയിൽ മാത്രമാണോ അതോ സെൻസെക്സിൽ? ഞാൻ കൂടുതലും പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന, നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. പേഴ്സണലി സെൻസെക്സ് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇച്ചിരി പണ്ടത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. നമ്മളൊരു പേഴ്സണൽ ഇൻസ്ട്രുമെന്റ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ട്രേഡേഴ്സിന്റെ. ഇന്നത് എനിക്കൊന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കോറിലേഷനും കുറച്ച് അടുപ്പമുള്ളത് സെൻസെക്സ് ആണ് നിഫ്റ്റിയും കാട്ടിയും. അപ്പം സെൻസെക്സ് ആണ് കൂടുതൽ എനിക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നതും സെൻസെക്സ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സെൻസെക്സ് ആണ്. രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം രണ്ടിനും ഒരു ഡിഫറെന്റ് നേച്ചറാണ്. അപ്പോൾ രണ്ടും നമ്മൾ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ചില പോയിന്റിൽ ഈ വയലന്റ് മൂവ് കാരണം നമുക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതേസമയം നമ്മൾ നിഫ്റ്റിയിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അപ്പോൾ ആ രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഒരു ലോങ് ടേം ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് നല്ലതായിരിക്കും. അതെ, മനസ്സിലായി. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് ഇത് ആൾക്കാർ ഇപ്പോൾ ആൽഗോ വരുന്ന കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇതിൽ അനന്തമായിട്ടൊരു സാധ്യതകളുണ്ട്. സോ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ്? കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ നമ്മളിപ്പോൾ ഇപ്പം ഒരു കോണ്ട് റിസർച്ച് എന്നുള്ള രീതിയിലായാലും ട്രേഡിംഗ് റിസർച്ച് എന്നുള്ള രീതിയിലായാലും നമുക്കിപ്പോൾ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഏരിയ കമ്മോഡിറ്റി ഫോറക്സിലാണ്. വൺസ് ആ ഒരു പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഒരിക്കലും സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യൂല എന്നുള്ള തീരുമാനം നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് 100% ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രം ട്രേഡ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഇതിൽ. അത് വൺസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു വിത്തിൻ 3 months നമ്മൾ കമ്മോഡിറ്റി സെഗ്മെന്റിൽ ഓട്ടോമേഷൻ നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത്. കാരണം ഇവിടുത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം നമ്മുടെ ക്ലയൻസിനായാലും ചെയ്യുന്നതായാലും ഒരു 9 to 3:30 ഫണ്ട് അവിടെ യൂസ്ഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജീസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
എസ്പെഷ്യലി കമ്മോഡിറ്റീസിൻ്റെ കേസിൽ പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ ഈവനിങ് സെഷൻസ് ആണ് ആക്ടിവിറ്റിയും ലിക്വിഡിറ്റിയും എല്ലാം കൂടുതൽ. അപ്പോൾ ഇതേ ഫണ്ട് അവിടെ വെറുതെ കിടക്കുകയാണ് ഓവർ ദ നൈറ്റ്, അല്ലെങ്കിൽ ഒരു 11 മണി വരെ. ആ ഒരു യൂസ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ആവറേജ് ഡേറ്റ എന്ന് പറയുന്നത് 48% ആണ് റിട്ടേൺ ജനറേറ്റ് ഉള്ളത്. ഈ 48-ന് എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ പോയാലും 20-25% നമുക്ക് ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെയിം ഫണ്ട് ഉപയോഗിച്ചിട്ട്. അത് ദാറ്റ് ഈസ് നോട്ട് നോർമൽ. ഭയങ്കര ഒരു അബ്നോർമൽ റിട്ടേൺസിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ആ ഒരു ലിവറേജ് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് കമ്മോഡിറ്റീസിൻ്റെ ഒരു ഇത് ഉള്ളത്. പക്ഷേ അവിടെ നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ തീരുമാനം പ്രകാരം 100% ഓട്ടോമേറ്റ് ചെയ്താൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു 3 months നമ്മൾ റോൾ ഔട്ട് ആവും. തീർച്ചയായും എത്രയും പെട്ടെന്ന് വന്നാൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഈ സാധനം വർക്ക് ചെയ്യുന്നത്. പിന്നെ പല ആൾക്കാരും സ്ട്രക്കാണ്, കാരണം രാവിലെ ജോബ് 9 to 5 9 to 6 ജോബ് നോക്കുന്നവർക്ക് വൈകുന്നേരം പോയിട്ട് നമുക്ക് എന്താ പറയുക റിലാക്സ് ആയിട്ട് ഇന്ന് കമ്മോഡിറ്റിയിൽ സ്പെഷ്യലി നമുക്ക് ഈ പറഞ്ഞ ക്രൂഡ്, നാച്ചുറൽ ഗ്യാസ് എല്ലാം അറിയാം. എല്ലാ ബുധനാഴ്ചയും ക്രൂഡ് ഇൻവെൻട്രി വരേണ്ട ആ സമയത്തല്ല 8 മണിക്കെല്ലാം നല്ല ഡാറ്റ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നല്ല ഫ്ലക്ച്വേഷൻസും ആ പറഞ്ഞ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബെറ്റർ ആയിരിക്കും നമുക്ക് അതുകൂടി ഒന്ന് ആൽഗോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഒന്നുകൂടി പോയിന്റ് ആയിട്ട് ആലിസ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിൽ പറഞ്ഞ് നമുക്കതിൽ സിംഗിൾ മാർജിൻ മതി. ഫോർ എക്സാമ്പിൾ രാവിലെ നമ്മൾ ഏതാണോ ബാങ്ക് നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് വെച്ചിട്ട് അതേ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കത് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഇനി ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു തുടക്കക്കാർക്കൊക്കെ ഏതൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രാക്ടിക്കൽ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് തുടക്കക്കാർക്ക് ഇന്നത്തെ അവസരം ഏതൊക്കെ സ്ട്രാറ്റജി ആയിരിക്കും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ക്യാപിറ്റൽ കുറഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ നോളജ് കുറഞ്ഞ ആൾക്ക്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തായാലും നമുക്ക് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ നോളജ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ആ ഒരു സൈഡ് ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് ക്യാപിറ്റൽ കുറഞ്ഞ ഒരാൾക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊഫഷൻ ആക്കണമെങ്കിൽ ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതൊരു പ്രൊഫഷനൊന്നും ആക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പഠിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം ഏറ്റവും നല്ലത് ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇക്വിറ്റീസിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്ലസ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ മാത്രം ഓപ്ഷൻസിൻ്റെ ബൈയിങ്ങിലോട്ട് വേണമെങ്കിൽ കൈവച്ച് നോക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾ പൈസ പൊള്ളും എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം. അത് 1-2 മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് സ്ട്രാറ്റജീസ് വെച്ച് പറയുകയാണെങ്കിൽ ട്രെൻഡ് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും ബ്രേക്ക്ഔട്ട് ട്രേഡ്സുകളാണ്. വിന്നിംഗ് റേഷ്യോ ഓഫ് കോഴ്സ് ട്രെൻഡ് ട്രേഡിങ്ങിന് ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് പ്രോബിലിറ്റി വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് പിടിക്കേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റ് ഗെയിം മനസ്സിലാക്കുക. നിങ്ങളൊരു ലോങ് ടേം കരിയർ ബിൽഡ് ചെയ്യാനാണ്. ആ ഒരു പോയിന്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, പക്ഷെ സർവൈവ് ചെയ്യുക. ആ ഒരു പോയിന്റിൽ റിസ്ക് റിവാർഡ് എന്നുള്ള രീതി ബ്രേക്ക്ഔട്ട് ട്രേഡ്സിൽ തൽക്കാലം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഇക്വിറ്റീസിലും സ്ലോലി ഓപ്ഷൻസിലോട്ട് വരുമ്പം സ്പ്രെഡുകൾ ഉപയോഗിക്കുക. ഡെബിറ്റ് സ്പ്രെഡ്സുകൾ കാര്യങ്ങൾ വരുമ്പോൾ ലോസ് ലിമിറ്റ് ചെയ്യാനും പറ്റും. ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണ്ടി വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു സ്പ്രെഡ്സ് 50,000 60,000 ആ റേഞ്ചിൽ നമുക്കൊരു ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീറ്റ ഡിക്കയുടെ എഫക്റ്റ് കിട്ടത്തില്ല. നമുക്കൊരു അഡ്വാൻറ്റേജിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ്സിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ ഡെബിറ്റ് സ്പ്രെഡ്സ് അങ്ങനത്തെ കുറച്ച് സ്പ്രെഡുകൾ നിങ്ങൾ ചെയ്ത ഓപ്ഷൻസിൽ നമുക്കൊരു കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടാനും അതിൻ്റെ കിക്ക് കിട്ടാനും ഉള്ള സാധ്യത കിട്ടും. കാരണം നമ്മുടെ ഒരു ലോസിങ് സൈഡ് വന്നാലും തീറ്റ ഡിക്ക് കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുമല്ല സ്റ്റോപ്പ് ലോസിന്റെ ഹണ്ടിങ് നടക്കത്തില്ല. കാരണം ഹെഡ്ജഡ് ആയിരിക്കും, ലിമിറ്റഡ് ലോസ് ആയിരിക്കും, ലിമിറ്റഡ് പ്രോഫിറ്റും ആയിരിക്കും. അവിടെ ഒരു ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് നോക്കാതെ സ്പ്രെഡ്സിൽ ഫോക്കസ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ട്രേഡ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അതിൻ്റെ ഒരു കിക്ക് കിട്ടാനും സേഫായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ എന്താണ് സംഭവം എന്നുള്ളത്. മനസ്സിലായി. പലർക്കും ഒരു ഇതായിരിക്കും, നമുക്ക് എത്ര മിനിമം ഒരു ഫണ്ട് നമുക്ക് വേണം, അല്ലെങ്കിൽ എത്ര ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം നമുക്കൊന്ന് ഒരു ബേസിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടി? അത് 2 രീതിയിലാണ്. നമുക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ 10,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു പ്രൊഫഷൻ ആക്കണമെങ്കിൽ, ഒരു ബിസിനസ് പോലെ ഇത് റൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ക്യാപിറ്റൽ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. കാരണം നമുക്കൊരു ഇപ്പം ആസ് എ പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള രീതിയിലായാലും നമ്മളൊരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനി എന്നുള്ള രീതിയിലായാലും ഒരു നമ്മൾ ഒരു 20 ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രേഡിങ്ങിൽ നമ്മൾ ആവറേജ് റിട്ടേൺ 48 ആണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് 5 ഇയേഴ്സിലെ ഡേറ്റ. പക്ഷേ ഒരിക്കലും നമുക്കത് കസ്റ്റമേഴ്സിനോട് പറയാനോ എക്സ്പെക്ട് ചെയ്യാനോ പാടില്ല. കാരണം ഈ 48 ആവറേജ് വന്നത് നമ്മുടെ ഒരു ലോ എൻഡ് എന്ന് പറയുന്നത് 25 to 70% വരെ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാ വർഷവും. അപ്പം ഇത് എനിത്തിങ് ക്യാൻ ബി ഹാപ്പൻ എന്നുള്ള രീതിയിൽ ഒരു 20% 25% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ മേളിൽ വരുന്നത് ബോണസ് ആക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ 20% റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര നമുക്ക് ജീവിക്കാൻ വേണം എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. അതായത് ഒരു 10 lakh ഉണ്ടെങ്കിൽ 2.5 lakh ആയിരിക്കും നമ്മുടെ ഇയർലി റിട്ടേൺ. അപ്പോൾ 20,000 ആയിരിക്കും നമ്മുടെ മന്ത്ലി. അത്രയും മതിയെങ്കിൽ 10 lakh മതി.
മനസ്സിലായി. പക്ഷേ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുമ്പം ക്യാപിറ്റൽ എത്ര കൂടുമോ അത്രത്തോളം സേഫ്റ്റി സർവൈവൽ കൂടും. തീർച്ചയായിട്ടും. അതെ. അങ്ങനെ ഒരു എലമെന്റ് ഇതിലുണ്ട്. അതൊരു റിയൽ എന്താ പറയുക ഒരു ഹാർഡ് ട്രൂത്താണ്. മനസ്സിലായി. ആ ഒരു എലമെന്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ 20-25 lakhs ഉണ്ടെങ്കിലാണ് ഒരു സേഫ് ആയിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് ഒരു ഫുൾ ടൈം ട്രേഡർ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 1 lakh 5 lakh എന്നുള്ള രീതിയിൽ ഒരിക്കലും ലോങ് റണ്ണിൽ പോസിബിൾ അല്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ ഓഫ് കോഴ്സ് ആദ്യമേ കൊണ്ട് എത്ര എമൗണ്ട് ഇട്ടാലും പറ്റില്ല. 10,000 വെച്ച്, കാരണം ആദ്യം ഇടുന്ന പൈസ എന്തായാലും പോകും. മനസ്സിലായി. അപ്പം അതുകൊണ്ട് 10,000 ആണെങ്കിൽ 10,000 ഇട്ട് സ്റ്റാർട്ട് ചെയ്യാവും. പയ്യെ സ്ലോലി ബിൽഡ് ചെയ്യും. നമ്മൾ ഇന്ന് ക്രോസ് ഓഫ് റുപ്പീസ് ഹാൻഡിൽ ചെയ്യുന്നതും തുടങ്ങിയത് 1,000 വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ 5,000 ആക്കി, 10,000 ആക്കി, 1 lakh ആക്കി, 5 lakh ആക്കി, 10 lakh ആക്കി, 30 lakh. ഇതാണ് നമ്മുടെ ജേണി. പിന്നെ 1 CR ആയി, പിന്നെ അതിൻ്റെ മേളിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം അത് ഒരു സ്ലോ ജേണിയാണ്. ആ ഒരു ജേണി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സർവൈവൽ, അതായത് ഇൻകം, വേറൊരു ഇൻകം നിർബന്ധമായിട്ട് വേണം. എന്നാലേ ഈ ഒരു ഇതിലോട്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നമുക്ക് അതിലോട്ട് ഫുൾ ടൈം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഓക്കെ. യെസ്, നമ്മൾ കുറച്ച് കാര്യം ഡിസ്കസ്. ഇപ്പോൾ ഏതിനും ഈ പറഞ്ഞ തന്നെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ RMS ആയിട്ട് നമ്മൾ എങ്ങനെ നോക്കുക? റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മളൊന്നും ചെയ്യുക കറക്റ്റായിട്ട്? റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് 2-3 രീതിയിൽ ഇതിൽ എലമെൻറ്റ് ചെയ്യണം. കാരണം ആൽഗോ ട്രേഡിംഗ് ആകുമ്പോൾ ടെക്നോളജി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാൻ പാടില്ല. കാരണം അത് നമ്മുടെ കയ്യിലല്ല. ചില പോയിന്റിൽ ടെക്നോളജിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അത്. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിത്തിങ്. ഫണ്ട് ഇത്രയും ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ചെയ്യേണ്ട 1-2 എലമെൻറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് പറയുന്നത്, നമുക്കൊന്ന് പെർ ട്രേഡ് ഒരു റിസ്ക് മാക്സിമം എത്ര എന്നുള്ളത് ഡിഫൈൻഡ് ആയിരിക്കണം. പ്ലസ് ഒരു ഡെയിലി റിസ്ക് മാക്സിമം റിസ്ക് എത്രയാണെന്നുള്ള ഡിഫൈൻഡ് ആയിരിക്കണം. മന്ത്ലി ലിമിറ്റ് ഉണ്ടാവണം. ഈ ഒരു 3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ക്യാപിറ്റൽ ടെക്നോളജി ഇഷ്യൂ വന്നാലും ഒരു പരിധി വരെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയാണ് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഏതെങ്കിലും ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഏതാണ് സാധാരണ ഇതിൽ ട്രേഡേഴ്സ് വരുത്താറില്ല? സാധാരണ ആൽഗോ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഇത് ലൂസിങ് സ്ട്രീക്ക് വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് പേഴ്സണലി നമ്മുടെ ബിസിനസ്സിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിന്നിങ് സ്ട്രീക്കിലാണ് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഓൺബോർഡിങ് വരുന്നത്, എൻക്വയറി വരുന്നതായാലും അവർ കൂടുതൽ ഓൺബോർഡ് ചെയ്യാൻ സമയത്ത് വരുന്നതായാലും കണ്ടിന്യൂസ് ലോ പ്രോഫിറ്റ് അവർ നമ്മൾ മുമ്പേ കണക്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും, നമ്മുടെ വെരിഫൈഡ് പിയാൻഡിൽ ഉണ്ടായിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പം കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരുന്ന സമയത്താണ് ഇവർ നമ്മളെടുത്ത് ഇപ്പം നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആൽഗോയെ സംബന്ധിച്ച് നമ്മുടെ ക്ലയൻസ് ആസ്പെക്റ്റിൽ ഞാൻ പറയുന്നതാണ്, ചെയ്യുന്ന ആളെ സംബന്ധിച്ചല്ല. ഇത് ഈ ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ ഇത് വലിയൊരു ഒരു നെഗറ്റീവാണ്. കാരണം വിന്നിങ് സ്ട്രീക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പൊസിഷൻ സൈസ് കുറയ്ക്കുന്ന പോയിന്റ് ആയിരിക്കും ഈ വിന്നിങ് സ്ട്രീക്കിൽ എന്ന് പറയുന്നത്. ഒരു ലൂസിങ് സ്ട്രീക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊസിഷൻ സൈസ് കൂട്ടുന്ന സമയമായിരിക്കും. ഈ ലൂസിങ് സ്ട്രീക്കിൽ ആൾക്കാർ എക്സിറ്റ് ആയി പോകുന്നതും, അതുപോലെ ലൂസിങ് സ്ട്രീക്ക് സമയത്ത് അവർ മാറി നിൽക്കും. എന്നിട്ട് വിന്നിങ് സ്ട്രീക്ക് വരുമ്പോൾ നമ്മൾ കയറാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോകും. അതൊരു വലിയൊരു മിസ്റ്റേക്കാണ് ഒരു ആൽഗോ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച്. അവിടെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഡേറ്റ വൈസ് ഞാൻ പറയുന്നത് ലൂസിങ് സ്ട്രീക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ സിസ്റ്റം പോയി കഴിഞ്ഞാൽ പൊസിഷൻ സൈസ് കൂട്ടണമെന്നല്ല. അപ്പോൾ നമ്മൾ റീതിങ്ക് ചെയ്യണം വിത്തിൻ ദ സിസ്റ്റം. നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തേക്കുന്ന സിസ്റ്റം എന്നുള്ളത് നമുക്കറിയാം. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി നിങ്ങൾ സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായി. അതുപോലെ അഭിനാസ്, ഇപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും ഈ പറഞ്ഞ ആൽഗോ ട്രേഡിംഗിൽ? അടുത്തൊരു നെക്സ്റ്റ് ലെവൽ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് കാണാൻ പറ്റുക? ലൈക്ക് അത് എയുടെ ഒരു കാലം ആയതുകൊണ്ട് നമുക്കൊരു ഏത് രീതിയിൽ വേണോ ഒരാളുടെ കഴിവനുസരിച്ചിട്ട് അത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കോണ്ട് കമ്പനീസ് ഉപയോഗിക്കുന്ന രീതികൾ അറിയായിരിക്കും. ഇപ്പം 3 രീതിയിലൊക്കെയാണ് കോണ്ട് രീതിയിൻ്റെ അകത്ത് തന്നെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ഒരു മെഷീൻ ലാംഗ്വേജ്, LLM മോഡൽസ്, ഇങ്ങനത്തെ മോഡൽസിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പണ്ട് ഒരു കാലത്ത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത, ഫോർ എക്സാമ്പിൾ പണ്ടൊന്നും പറയണ്ട, ഒരു 5-6 വർഷം മുന്നേ നമ്മളിത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളപ്പം ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അത് ചെയ്യാനുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ആ എയുടെ ഒരു ഡിഫറൻസ് ആണ് ഇനിയുള്ള ചേഞ്ചസ് വരുന്നതെന്ന് പറയുന്നത്. അത് എത്ര ടെക്നോളജി എത്രത്തോളം അഡാപ്റ്റായി വരുന്നത് നമുക്ക് തന്നെ ഇപ്പം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പം 1 വർഷം മുന്നത്തെ AI അല്ല ഇന്നത്തെ AI. അത് 1 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് AI പെർഫോം ചെയ്യണമെന്ന് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഇത് തമ്മിലുള്ള കണക്ഷനാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡൻസി അനുസരിച്ചിട്ട് എങ്ങനെ വേണോ ഇത് പോവാം എന്നുള്ള രീതിയിലാണ്. അതപ്പോൾ നമ്മൾ എത്രത്തോളം അത് അഡാപ്റ്റഡ് ആവും, വി ക്യാൻ സർവൈവ്.
എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മോസ്റ്റ്ലി നമ്മളെ കസ്റ്റമേഴ്സിനും ഈ പറഞ്ഞ എല്ലാവർക്കും ആൽഗോ ട്രേഡിങ്ങും ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്യുന്നു. എനിവേ ഇന്ന് ഈ പറഞ്ഞ അഭിനാസ് ആലിസ്പ്രിൻ്റെ പോഡ്കാസ്റ്റ് ട്രേഡ് മൈൻഡ്സ് എന്നുള്ള പോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യൽ താങ്ക് യു വെരി മച്ച്. ആൻഡ് നമുക്ക് ഇനി വരും ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അവയർനെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. സോ താങ്ക് യു മിസ്റ്റർ അഭിനാസ് ഫോർ ജോയിൻ. താങ്ക് യു ആലിസ് ബ്ലൂവിന് എന്നെ ക്ഷണിച്ചതിനും വളരെ നന്ദി. താങ്ക് യു. യെസ്. Investments in securities markets are subject to market risk. Read all the related documents carefully before investing.